വസിക്കുന്നത് എവിടെയാണ്? പരമാത്മാവ് ബ്രഹ്മലോകത്തിലാണ് അല്ലെ. ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന ലോകം സാകാര ലോകം. ഇതിന് മുകളിലായിട്ട് പോകുമ്പോൾ ഒരു അവ്യക്ത ലോകം, സൂക്ഷ്മ ലോകമുണ്ട്. അവിടെ സൂക്ഷ്മ ദേവതകളുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് പോകുമ്പോഴാണ് ബ്രഹ്മലോകം, നിരാകാരി ലോകം, മുക്തിധാമം. അവിടെയാണ് പരമാത്മാവ് വസിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ വീണ്ടും ശക്തിശാലിയാണ് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓർമ്മിക്കുന്നത് ആരെയാണെന്ന് നോക്കിയാൽ മതി. നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കണമല്ലോ. നമ്മൾ ആത്മാവാണെന്ന് ഓർമ്മിക്കണം. അപ്പൊ നമ്മുടെ പവർ കൂടും, എനർജി കൂടും. പിന്നെന്താണ്? ഈശ്വരന് പ്രകാശമാണ്. അപ്പൊ പരമാത്മാവിനെയും ഓർമ്മിക്കുക, പ്രകാശ രൂപമായിട്ട് ഓർമ്മിക്കുക. അപ്പോഴും നമുക്ക് ശക്തി വരും, നമ്മൾ റീചാർജ് ആണ്. കരഞ്ഞ് വിഷമിച്ചുകൊണ്ടോ ഓർത്ത കിട്ടത്തില്ല. കാരണം ഫ്രീക്വൻസി വളരെ മോശമാണ്. നമ്മൾ റേഡിയോ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കറക്റ്റ് ആക്കണ്ടേ. ശാന്തമായ മനസ്സോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടുകൂടി ഇരുന്നുകൊണ്ട് നമ്മൾ പരമാത്മാവിനെ ഓർമ്മിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ആ ശക്തി നിറയാൻ തുടങ്ങും. നമ്മൾ വളരെ സുരക്ഷിതരാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർക്കണം, നമ്മൾ ചാർജ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റീചാർജ് ചെയ്യാനായിട്ട് കണ്ടതായിട്ട് പറയുന്നത് അല്ലേ. അതേപോലെ ബ്രഹ്മപുരാണത്തിലും പറയുന്നത് ബ്രഹ്മാവും സത്യയുഗ രചിക്കുക, പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല സത്യയുഗത്തിന്റെ രചന. അപ്പോഴൊരു വലിയ പ്രകാശം പ്രകടമായി. അത് ബ്രഹ്മാവിലേക്ക് പ്രവേശിച്ചിട്ട് സത്യയുഗം രചിച്ചതായിട്ടാണ് പറയുന്നത്. മനുസ്മൃതിയിലും പറയുന്നു എങ്ങനെയാണ് സൃഷ്ടികർത്തവ്യം നടന്നത്. ഒരു വലിയ പ്രകാശം പ്രകടമായി, അതിന്റെ കിരണങ്ങളിലൂടെ സൃഷ്ടികർത്തവ്യം നടന്നു എന്ന് പറയുന്നത്. അതേമാതിരി ത്രിമൂർത്തികൾ പരസ്പരം ആശയക്കളും വരുന്നുണ്ട്, ബ്രഹ്മാവും വിഷ്ണു അല്ലെ. അപ്പോഴും അവിടെ എന്താണ്? ഒരു വലിയ പ്രകാശമാണ് പ്രകടമായത്. എന്നിട്ട് അല്ലെ അവർക്ക് മനസ്സിലായി ഈ ബ്രഹ്മാവും അതേമാതിരി വിഷ്ണുവിനെക്കാട്ടും വലിയവനാണ് ഈ പ്രകാശരൂപൻ, രചയിതാവ് പ്രകാശമാണെന്ന് മനസ്സിലായി. യേശുവും ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് പറഞ്ഞത്. മുസ്ലിംസ് 100 അള്ളാ എന്ന് പറയുന്നു. അള്ളാഹു എന്ന് വെച്ചാൽ ആരാധനയ്ക്ക് കാട്ടെ 100 പ്രകാശമാണെന്നാണ്. ഗുരുനാനാക്ക് സിഖ് ധർമ്മസ്ഥാപകൻ അദ്ദേഹം പറഞ്ഞത് ഈശ്വരൻ ഏക് ഓംകാർ, പ്രകാശമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, പക്ഷെ പരമമായവനാണ്. അതുകൊണ്ടാണ് പരമാത്മാ എന്ന് പേര്. ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ ജനന മരണ ചക്രത്തിൽ വരത്തില്ല, ജന്മാവാണ്, അയോനികനാണ്, അഭോക്താവാണ്. പക്ഷെ ഈശ്വരൻ വരും അല്ലെ. നമുക്കറിയാം കലിയുഗത്തിൽ ഭഗവാൻ തീർച്ചയായിട്ടും വരും, വീണ്ടും സത്യയുഗം വരും. അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു സമയം കൂടിയാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ആരാണ്? വിദ്യാർത്ഥികളാണ്. നമ്മുടെ കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഒരു പാഠശാലയും കൂടിയാണ്. നമ്മളെ സ്ട്രോങ് ആക്കണം, നമ്മുടെ കൂടെയുള്ളവരെ സ്ട്രോങ് ആക്കണം. അവരെ എപ്പോഴും ശാന്തി, സന്തോഷം, സ്നേഹം അനുഭവിക്കുന്നവരാക്കി നമ്മൾ മാറ്റണം. അതിന് ആദ്യം നമ്മളാകണം അല്ലെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, മാജിക്ക് നടക്കാൻ തുടങ്ങും.